ഫ്രാൻസും ഞാനും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയും ചില വിൽപ്പനകളും വ്യാപാര വ്യവസായത്തിൻ്റെ കാര്യങ്ങളും ഇന്ന് കുറച്ച് ചെറുതായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. 1999 ഏഷ്യാനെറ്റ് വെക്കേണ്ടി വരുന്നത് കത്തോലിക്ക സഭയെ ആണ് അതങ്ങനെ ചെയ്യിച്ചത്. കണ്ട ഞാൻ നായർ സപ്പോർട്ടോ ഈഴവ സപ്പോർട്ടോ അല്ല. പക്ഷേ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, വാണിജ്യ വ്യവസായ രംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധപ്പെടുത്താമെന്ന് ചോദിച്ചു. ഒന്ന് വാറൻ ബഫേ വഴി, ഫ്രാൻസ് വഴി, രാജൻ രഹജ ഗ്രൂപ്പ് വഴി, അന്നത്തെ റെഡ്ഡിയായിരുന്നു, അതിനുശേഷം ഒന്ന് സുഷമ സ്വരാജുമായിരുന്നു. അല്ല എന്തായാലും 1998 നടന്ന ഒരു സംഭവമാണ്. അത് ചെയ്ത് ഫ്രാൻസാണ്. കാരണം ഫ്രാൻസ് അതിന് ഒഴിഞ്ഞേക്കും അവരുടെ പേരല്ല വരും. അവർ സാധ്യതകൾ കൊടുക്കുകയുള്ളൂ പ്രധാനമായിട്ട്. അവരാണോ ചെയ്തെന്ന് വെച്ചാൽ അല്ല എന്ന് പറയുന്നത്. ആണ് ഏഷ്യാനെറ്റിൽ അടിയുണ്ടായിട്ടോ അങ്ങനെ മറ്റു ചില കാര്യങ്ങൾ ഇതോടുകൂടി സമർപ്പിക്കുന്നു. ഇതോടുകൂടി പറയുന്നു. അതിൽ ഒരു മറ്റു പല കമൻറ്റുകൾ ഉണ്ടായാലും അതല്ല ശരി. ഞാൻ വേറെ ആളെ പിടിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെ ചെയ്യാൻ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ഒരു കാലത്ത്. ഞാൻ പ്രൊട്ടസ്റ്റന്റ് സമൂഹമാണ്. മാത്രമല്ല ഫ്രാൻസിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ട് പെന്തിക്കോസ്റ്റ് സഭകൾ തമ്മിൽ അടിയുണ്ടായതാണ്. അല്ലെങ്കിൽ ഒരു ചേട്ടനിമാർ തമ്മിൽ, അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്റ്റ് സഭ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഫ്രാൻസും ജോർജ് വഴിമുഴുവൻ പ്രധാനമായിട്ട് എൻ്റെ അപ്പൻ്റെ സഭ തന്നെ. അങ്ങനെയാണ് ഫുൾ വാർഷിപ്പ് പെന്തിക്കോസ്റ്റ് ചർച്ച് രണ്ടായി മാറി. ചില സ്വത്തിൻ്റെയോ ചില ഉപദേശത്തിൻ്റെയോ വ്യത്യാസമായി അങ്ങനെ തുടങ്ങിയ ഒരു സീരീസ് ഓഫ് വാഗ്വാദങ്ങളും ജോർജും ഫ്രാൻസുമായി ഉണ്ടായതാണ് അന്നത്തെ ഭരണാധികാരികൾ. അതായത് അന്നത്തെ ഷിറാഖിൻ്റെ ചില പിൻഗാമികൾ, അന്നത്തെ RPRO എന്താ ചില ത്രാങ്ങല്ല ഷിറാഖ്, അവരെയാണ് ഫ്രാൻസ് ഇന്ത്യയിൽ വരുന്നത്. എൻ്റെ കുടുംബം ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ റെഡിയാണ് ഈ വ്യവഹാരം ചെയ്യാൻ. മാത്രമല്ല എനിക്ക് വഴിയെ വേറെ ബന്ധങ്ങൾ, ഹിന്ദു ബന്ധങ്ങൾ കുറവാണ്. പക്ഷേ തെക്കൻ തിരുവിതാംകൂറുമായിട്ടുള്ള രണ്ട് പെന്തിക്കോസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അങ്ങനെ വേറൊരു ഭാഗത്ത് വന്ന് എൻ്റെ പിന്നാലെ വന്ന് മൈൻഡ്രീനുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, ഫ്രാൻസിൻ്റെ തുടക്കം. അല്ലാണ്ട് ദസോവിറ്റ് മോഡിയോടെ പോയി വലിയ ഇത് കൊടുത്തിട്ടുള്ള അല്ല അത്രേ ഉള്ളൂ. അല്ലാണ്ട് BJP കൊണ്ടുവന്നതല്ല ഈ ഫ്രാൻസ്. ഇവിടെ വന്ന് ഇൻഫ്ലുവൻറ്റ് ചെയ്ത് അവനെ വേടിപ്പിച്ച് ബലമായി ദസോ വേടിപ്പിക്കുന്നത്. അങ്ങനെയാണ് BJP ബന്ധമുള്ള കറക്റ്റ് പൊളിറ്റിക്കൽ കമൻട്രി. ഇതായാലും പറഞ്ഞ് എന്നെ ജയിലിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അതെങ്ങനെയും നടക്കട്ടെ, അതൊന്നും അറിയില്ല. ഇതിനു മുമ്പ് അങ്ങനെ പോയിട്ടുണ്ട് മറ്റു പല കാലം. പ്രൊട്ടസ്റ്റന്റ് സമുദായം കത്തോലിക്ക സമുദായം തമ്മിൽ അടിയിലാണ് ഫ്രാൻസ് ഇവിടെ കുറച്ച് കൂടുതൽ വന്നത്. ഇപ്പോൾ അവർക്ക് വലിയൊരു കുഴിയുണ്ട് ലോകത്തെമ്പാടും, കുഴി അണ്ടർഗ്രൗണ്ട് ബേസ് നടത്താം. അത് അന്നാന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള സനന്ദൻ്റെ അവിടെയുള്ള ബാർത്തോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം പോകുന്നത്. അന്ന് മോഡിയും BJPയെയും അവർക്ക് സൂക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മിനിസ്റ്റർ ആരാന്നറിയുമായിരുന്നില്ല. എന്തായാലും BJP സനന്ദ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ബാർത്തോളി. ഇത് രണ്ടും പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ ഒരു ഫ്രാൻസിൻ്റെ ശൃംഖല എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന റെഡ്ഡിയോ അല്ലെങ്കിൽ ശേഷം സുഷമ സ്വരാജോ ഗുജറാത്ത് മിനിസ്ട്രിയിലായിരുന്നു. ഐക്യ ഗുജറാത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 98 എന്നാണ് ഈ സംഭവം നടന്നത്. ഏഷ്യാനെറ്റ് ഇപ്പോൾ അതൊക്കെ വേറെ ആൾക്കാരില്ല, ഒരുപാട് കൈമാറി. ഇങ്ങനെ വാറൻ ബഫേ, രാജൻ രഹജ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കുറേ ആൾക്കാരിൽ അതങ്ങനെ കഴിഞ്ഞു. അന്ന് നമ്മൾ യൂറോപ്പിൻ്റെ സ്വീഡിഷ് റഷ്യൻ സാറ്റലൈറ്റൊക്കെ ആയിരുന്നു കൊണ്ട് തുടക്കകാലത്ത്. എനിവേ അത് വേറെ തരത്തിലാണ് മാറിയത്. ഒരുപാട് കടബാധ്യയും എന്തിനാവട്ടെ. അപ്പോൾ കുടുംബത്തല്ലേ അടി എന്നുള്ള സ്ഥിരം കൈമുതലാക്കിയുള്ളൊരു സഭയാണ് കത്തോലിക്ക സഭയും ഫ്രാൻസും. അങ്ങനെയാണ് അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. നേപ്പാൾ രാജകുടുംബമായാലും ശരി, മറ്റു ഏത് രാജകുടുംബമായാലും ശരി, ഇന്ത്യ ആയാലും ശരി, അങ്ങനെയൊക്കെയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ല, എനിക്കിത് അറിയാം. കാരണം ഞാൻ താമസിക്കുന്ന രാഷ്ട്രം വഴി ഇവിടെ വന്ന വഴിയാലും എനിക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നാഷണാലിറ്റി ഫ്രഞ്ച് നാഷണാലിറ്റിയിൽ ഒന്നുമില്ല. കൊടുക്കാനുള്ള കാശൊക്കെ തിരിച്ചു എന്നേ കൊടുത്തു, എന്നേ മേടിച്ചു. എനിക്ക് പ്രത്യേക കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഞാൻ ചാരനുമല്ല. അവിടെ വെച്ച് ഇത് പറയുന്നത് കൊണ്ട് ആഹ്വാനമായോ ഫ്രഞ്ച് ബ്യൂറോയുമായോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് വാട്ട് ഫ്രാൻസ് ഡസ് ടു ദ വേൾഡ്. ഐ ഷുഡ് ഹാവ് സെഡ് ദിസ് ഇൻ ഇംഗ്ലീഷ് because I would have had more crowd. Anyway, that ends. ഇത് പറയുന്നത് ജോർജ് ഒരു പാടാൻ പറയാനുള്ള ഏഷ്യയായിരുന്നു. സോർബോണിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ചില കോൺട്രവേഴ്സി ഉണ്ടാക്കി തിരിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇന്ത്യയിലുണ്ട് 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ 3 പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പുതിയ പുസ്തകങ്ങൾ വേറെയും വന്നുകൊണ്ടിരിക്കുന്നു. വാളമറയാട്ടം സ്വദേശിയാണ്.
വിദേശിയായിരുന്നു. എൻ്റെ കുടുംബം അയിരൂർ സ്വദേശം, എഴിമല പൂഞ്ഞാറ്, ഒരുപാട് കുടുംബങ്ങളായിട്ട് ബന്ധമുണ്ട്. എനിവേ ദാറ്റ് പെന്തക്കോസ്ത് സമുദായത്തിൽപ്പെട്ട ഈ ശൃംഖലി സമുദായത്തിൽപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിൽപ്പെട്ട ഷോൺ ലൂക്ക് ഗുദാർദിൻ്റെ പുസ്തകങ്ങളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അകമ്പൻ, ജോർജ് അകമ്പൻ, അലൻ ബാറ്റു, ഷാക്ക് റാൻസി, മറ്റൊരുപാട് 10-25 ലേഖനങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ബെർണാഡ് മേരി കോൾട്ടസ് എന്ന് പറയുന്ന ഒരു ആധുനികോത്തര നാടകർത്തായിട്ടുള്ള അയാളുടെ കൃതികളും വിവർത്തനമുണ്ട്. ബെർണാഡ് മേരി കോൾട്ടസ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പത്രീഷ്യറു ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിക്കും. ഒരുപാടുണ്ട്. വർത്താണ് രണ്ടും അറിഞ്ഞിരിക്കാൻ. കോണ്ടംപററി നാടകർത്തായ ക്രോയിറ്റ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിനൊരു കൊളോക്കിയൽ സ്വഭാവം ഒന്നുണ്ട്. അത് നിവൃത്തിയില്ലാതെ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അങ്ങനെ അത് വായിച്ച് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും കിട്ടും. പേര് ജോർജ് എഴിയൂർ ഗൂഗിൾ സെർച്ച് ചെയ്ത് അത് തപ്പിയെടുക്കുക. ലിങ്കുകളുണ്ട്. അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഞാനത് യൂട്യൂബിൽ മറ്റേതൊക്കെ പോസ്റ്റ് ചെയ്യാം. അതിങ്ങനെയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വേറൊരു വ്യവസായ വാണിജ്യ രംഗവും. ഈ പുസ്തകങ്ങളെക്കുറിച്ച് വായിക്കുക. ജോർജ് എഴിയൂർ ഗൂഗിളിൽ കിട്ടും, ഫ്ലിപ്കാർട്ട് ആമസോണിൽ കിട്ടും. ഉദാഹരണത്തെക്കുറിച്ചും ബെർണാഡ് മേരി കോൾട്ടസ്, ഷോൺ ലൂക്ക് ഗുദാർദ്, ബെർണാഡ് മേരി കോൾട്ടസ് തർജ്ജമ ചെയ്ത് ജോർജ് എഴിയൂർ. അടുത്തെത്തി.